ശിവന്റെ സ്വന്തം നാടായ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന അയൽ സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ ജോഗ് ഫോൾസ് സ്ഥിതി ചെയ്യുന്നതും ഈ കർണാടകയിലുള്ള ഷിമോഗ ജില്ലയിലാണ്. ഷിമോഗ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു സ്ഥലമാണ് ഭദ്രാവതി. ഇവിടെയാണ് കർണാടക സംസ്ഥാനത്തിലെ 3 സീറോ മലബാർ രൂപതകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിലൊന്നാണ് ഭദ്രാവതി രൂപത. മാനന്തവാടി രൂപതയിൽ നിന്നും വിഭജിച്ച് 2007 രൂപീകൃതമായ ഈ രൂപതയുടെ കീഴിൽ 25 ചെറിയ മലയാള പള്ളികളാണ് ഉള്ളത്. ഈശോയിലെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്മസിനുള്ള അടുത്ത ഒരുക്കത്തിൻ്റെ ഈ ദിനങ്ങളിൽ നിങ്ങൾക്കെല്ലാവർക്കും ഭദ്രാവതി രൂപതയിൽ നിന്നും ഞങ്ങളെല്ലാവരുടെയും സ്നേഹ ആശംസകൾ. കർണാടക സംസ്ഥാനത്തിലെ 3 സീറോ മലബാർ രൂപതകളിൽ ഒന്നാണ് ഭദ്രാവതി രൂപത. കർണാടക സംസ്ഥാനത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തുള്ള 2 ജില്ലകൾ, ഷിമോഗ, ചിക്കമംഗളൂർ ജില്ലകളാണ് ഈ രൂപതയുടെ പ്രവർത്തന പരിധിയിൽ വരിക. 2007 ഓഗസ്റ്റ് മാസം മാനന്തവാടി രൂപത വിഭജിച്ച് രൂപീകൃതമായ ഈ രൂപതയിൽ ഇന്ന് 25 ചെറിയ ഇടവക സമൂഹങ്ങളും 8 മിഷൻ സ്റ്റേഷനുകളുമാണ് ഉള്ളത്. 46 വൈദികരും വിവിധ സന്യാസ സമൂഹങ്ങളിൽപ്പെട്ട ഏതാണ്ട് 120ഓളം സിസ്റ്റേഴ്സും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. മാനന്തവാടി രൂപതയുടെ കീഴിൽ ദിവ്യകാരുണ്യ മിഷൻ സഭയ്ക്ക് പ്രവർത്തനത്തിന് ഏൽപ്പിക്കപ്പെട്ടിരുന്ന പ്രദേശമാണ് ഷിമോഗ ജില്ല. അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി 2007 ഈ രൂപത സ്ഥാപിതമാകുമ്പോൾ 13 ഇടവകളും 5 മിഷൻ സ്റ്റേഷനുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 2010 മാനന്തവാടി രൂപത വിഭജിച്ച് മണ്ഡ്യ രൂപത രൂപീകൃതമായപ്പോൾ നോർബർട്ടൈൻ സമൂഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്ന ചിക്കമംഗളൂർ ജില്ലയും ഈ രൂപതയുടെ കൂട്ടിച്ചേർക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ഇപ്പോൾ 25 ഇടവകളും 8 മിഷൻ സ്റ്റേഷനുമാണ് ഈ രൂപതയിലുള്ളത്. ബഹുഭൂരിപക്ഷവും കേരളത്തിൽ നിന്ന് കൃഷി ആവശ്യങ്ങൾക്കായി കുടിയേറിയ മലയാളി കുടിയേറ്റ സമൂഹമാണ് ഈ രൂപതയുടെ അംഗങ്ങൾ. ഏതാണ്ട് 90% അങ്ങനെ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റ സഹോദരങ്ങളാണ്. പ്രധാനമായിട്ടും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം. ഇന്ന് കേരളത്തിലേതുപോലെ തന്നെ ഇവിടുത്തെ യുവതലമുറ ജോലിയും പഠനത്തിനുമൊക്കെ ആയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് കുടിയേറുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഷിമോഗയിൽ നിന്നും 75 കിലോമീറ്റർ ദൂരമുള്ള സാഗര എന്ന പട്ടണത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇക്കേരി ഇടവക. തോമാശ്ലീഹായുടെ നാമധേയത്തിലുള്ള ഈ പള്ളിയിൽ ഏതാണ്ട് 32 ഭവനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഇടവകയെ നയിക്കുന്നത് ഫാദർ സജി മനേലിൽ ആണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ഉണ്ണീശോയുടെ തിരുപ്പിറവിക്കായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണല്ലോ. തിരുസഭയും ഉണ്ണീശോയുടെ തിരുപ്പിറവിക്കായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുവാൻ നമ്മളെ ഓരോരുത്തരെയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളും ഉണ്ണീശോ വന്ന് പിറക്കുന്നതിന് നമ്മുടെ ഹൃദയങ്ങളെ ഉണ്ണീശോയ്ക്ക് പിറക്കുവാനായിട്ടൊരു സക്കാരിയാക്കി മാറ്റുവാനുള്ള കടമയും ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഭദ്രാവതി രൂപതയിൽ ഇക്കേരി പള്ളിയിൽ ഉണ്ണീശോയുടെ തിരുപ്പിറവിക്ക് ഒരുക്കമായി 101 മണിക്കൂർ അഖണ്ഡ ജപമാല ചൊല്ലിക്കൊണ്ട് വ്യക്തിപരമായി ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളായിരിക്കുന്ന ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും ഞങ്ങളായിരിക്കുന്ന ദേശത്തെയും ഒരുക്കുകയാണ്. ഭദ്രാവതി രൂപത ഒരു മിഷൻ രൂപതയാണ്.
സീറോ മലബാർ സഭയിൽ 3 മിഷൻ രൂപതകളാണ് കർണാടകയിലുള്ളത്. 1 ബെൽത്തങ്ങാടി, 2 ഭദ്രാവതി, 3 മാണ്ഡ്യ. ഈ ഭദ്രാവതി രൂപതയിലെ ഇക്കേരി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സാഗർ ഇടവകയിലെ വികാരിയച്ഛനാണ് ഞാൻ. എൻ്റെ പേര് ഫാദർ സജി മനേലിൽ. ഞാൻ ഈ പള്ളിയിൽ വികാരിയായിട്ട് നിയമിതനായിട്ട് 6 മാസമേ ആകുന്നുള്ളൂ. സജി മനേലിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ 101 മണിക്കൂർ അഖണ്ഡ ജപമാല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണീശോയുടെ തിരുപ്പിറവയ്ക്ക് ഒരുക്കമായും യേശുവിൻ്റെ 2ാം വരവിനായും പരിശുദ്ധ മറിയത്തോടൊപ്പം ലോകത്തെ വിശുദ്ധിയിൽ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവിടെ തുടങ്ങിയിരിക്കുന്ന 101 മണിക്കൂർ ജപമാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇക്കേരി ഇടവകയുടെ അജപാലകനായ ഫാദർ സജി മനേലിലും വൈദികനോട് ചേർന്ന് നിന്നുകൊണ്ട് ഭാരതസഭയിലെ ജപമാലയുടെ പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബേബി മുണ്ടയ്ക്കൽ ആണ്. ഇടുക്കിക്കാരനായ ബേബിച്ചേട്ടൻ ഈ ഇടവകയിൽ ഏകദേശം 4 മാസത്തോളമായിട്ട് നടത്തിവരികയാണ് 101 മണിക്കൂർ നിർത്താതെയുള്ള അഖണ്ഡ ജപമാല. ഈ അഖണ്ഡ ജപമാല ചൊല്ലുന്നതിൻ്റെ ഫലമായി ഈ ദേവാലയം 101 മണിക്കൂറും തുറന്നിരിക്കുന്നു എന്നതാണ് സത്യം. എൻ്റെ പേര് ബേബി. ഇടുക്കി ജില്ലയിൽ ശാന്തൻപാറയിൽ താമസിക്കുന്നു. ഭാര്യയും 4 മക്കളുമുണ്ട്. 10 വയസ്സ് വരെയും എൻ്റെ കാല് രണ്ടും തളർന്നിരുന്നു. 10 വയസ്സിന് ശേഷം എൻ്റെ കാലിന് ബലം കിട്ടി. അതിനുശേഷം എന്നെ സ്കൂളിൽ വിടാൻ മാതാപിതാക്കൾ ആലോചിക്കുന്നു. എനിക്കത് വലിയ ബുദ്ധിമുട്ടായി. എൻ്റെ പ്രായത്തിലുള്ളവരെല്ലാം 6ാം ക്ലാസ്സിലായി. അതിനുശേഷം ഞാൻ ജയിച്ചു, എൻ്റെ മാതാപിതാക്കൾ തോറ്റു. അതിനുശേഷം 15 വയസ്സ് വരെയും എനിക്കൊരു ബസ്സിൻ്റെ ലൈൻ ബോർഡ് പോലും വായിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ മുറിയിൽ കയറി മലയാള മനോരമ, തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം ഇങ്ങനെ പത്രത്തിൻ്റെ വാക്യങ്ങൾ വായിച്ച് പഠിച്ച് 19 വയസ്സായപ്പോൾ ഞാനൊരു ജോലി കരസ്ഥമാക്കി. അതിനുശേഷം തകർച്ചകളും ദുരിതങ്ങളും എല്ലാം വന്നു. അത് മുഴുവൻ ദൈവം അനുഗ്രഹമായിട്ട് മാറ്റി. മാതാവ് ഒരു വലിയ ജപമാലയുമായി എൻ്റെ അടുത്ത് വന്നു. ജപമാലയെല്ലാം പറഞ്ഞു. അങ്ങനെ 101 മണിക്കൂർ സമയം 12 പേര് ചേർന്ന് വീട്ടിൽ ജപമാല ആരംഭിച്ചു. ഇന്നത് ഇന്ത്യയുടെ 15 സ്റ്റേറ്റിലായിട്ട് ദേവാലയങ്ങൾ തുറപ്പിക്കുന്ന താക്കോലായിട്ട് ഈ ശുശ്രൂഷ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത ബേബിച്ചേട്ടൻ തൻ്റെ കൈവശം കിട്ടുന്ന പത്രക്കടലാസിൽ കാണുന്ന ഓരോ വാക്കുകളും ശ്രദ്ധയോടെ നോക്കി വായിച്ച് പഠിച്ചാണ് മലയാളം എഴുതാനും വായിക്കുവാനും പഠിച്ചത് എന്നതാണ് നമ്മെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അഖണ്ഡ ജപമാല എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. അത് മാനുഷികമായ ബുദ്ധിയിൽ വിരിഞ്ഞതല്ല, മറിച്ച് ദൈവപിതാവിൻ്റെ വലിയ ഒരു സ്വപ്നമാണ് ഈ അഖണ്ഡ ജപമാല. അഖണ്ഡ ജപമാല 101 മണിക്കൂർ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ദേവാലയം തുറന്നിട്ട് 101 മണിക്കൂർ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ 101 മണിക്കൂർ അഖണ്ഡ ജപമാല തുടങ്ങുവാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഗത്സമൻ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശിഷ്യന്മാരെ കുറച്ച് ദൂരെ മാറ്റി നിർത്തി ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവിൻ, ഞാൻ
അല്പം മാറി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ കുറച്ച് ദൂരെ മാറി പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, 1 മണിക്കൂർ ഉണർന്നിരുന്ന് നിങ്ങൾക്ക് എന്നോടുകൂടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ലേ എന്ന്. ഈശോ ശിഷ്യന്മാരോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഈ സൃഷ്ടപ്രപഞ്ചത്തിലുള്ള നമ്മോട് ഓരോരുത്തരോടുമാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുക. ഈശോ 1 മണിക്കൂർ നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരമായി 100 മണിക്കൂർ ദൈവമക്കൾ ഈശോയ്ക്ക് തിരിച്ച് നൽകുകയാണ്. അങ്ങനെയാണ് 101 മണിക്കൂർ അഖണ്ഡ ജപമാല ആരംഭിക്കുന്നത്. അതാണ് ഈ ജപമാലയുടെ പുറകിലെ ഏറ്റവും വലിയ രഹസ്യം. ഇനി ഈ ജപമാല ചൊല്ലുമ്പോൾ 101 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദേവാലയം തുറന്നിട്ട് കണ്ടിന്യൂസായിട്ട് നിരന്തരം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് അഖണ്ഡ ജപമാല, ഇല്ലെങ്കിൽ 101 മണിക്കൂർ ജപമാല എന്ന് പറയുന്നത്. പിന്നീട് ഒരു എസ്റ്റേറ്റിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് ബേബിച്ചേട്ടൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടാകുന്നത്. ഞാനും ഭാര്യയും പ്രാർത്ഥിക്കുന്നു. ഭാര്യ പറയുന്നു തീ കാണുന്നു എന്ന് പറയുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ പിറ്റേ ദിവസം വീട് തീ പിടിച്ചു. അതിനുശേഷം പഴയ ഓണർ കുറച്ച് സ്ഥലം തന്നു. അത് പുതിയ ഓണറുടെ മാനേജർ പിടിച്ചെടുക്കുന്നു, ജോലിക്ക് നോട്ടീസ് തരുന്നു, പുറത്താക്കുന്നു. ആ സ്ഥലത്ത് കുറച്ച് കല്ല് കടന്നിരുന്നു, ആ കല്ലെങ്കിലും തരാമോ എന്ന് എൻ്റെ ഭാര്യയെ ചോദിക്കാൻ പറഞ്ഞു വിട്ടു. കല്ലും തരികയില്ലെന്ന് പറഞ്ഞു. ഇളയ കുട്ടിക്ക് 3 വയസ്സ്, വീടില്ല, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ശാന്തൻപാറ പള്ളിയിൽ പോയി തകർന്ന ഹൃദയത്തോടുകൂടി ഞാനും ഭാര്യയും പോയി പുറകിലത്തെ ബെഞ്ചിൽ പോയിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിലുണ്ടായിരുന്ന എല്ലാ വഴികളും അടഞ്ഞുപോയി. ഞങ്ങൾ തുല്യ ദുഃഖിതരാണ്. അങ്ങനെ തകർന്ന ഹൃദയത്തോടെ പുറകിലത്തെ ബെഞ്ചിലിരിക്കുകയാണ്. ആ സമയത്ത് അൽത്താരയിൽ തൂങ്ങപ്പെട്ട രൂപത്തിൽ നിന്ന് വലത് കൈ കർത്താവ് ആണിയിൽ നിന്ന് ഊരിയെടുത്ത് ഫ്രാൻസിസിയുടെ തോളിൽ വയ്ക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതിനുശേഷം എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി ചലിക്കുന്നില്ല, കൺപോള ചലിക്കുന്നില്ല, എൻ്റെ ശ്വാസം നിന്ന് പോയി. ഞാൻ ഏതോ ഒരു വിസ്മയ ലോകത്തിലേക്ക് പോയി. ഞാനൊരു ഉണക്കം മരം പോലെയായി. 1-2 മിനിറ്റ് അങ്ങനെ നീങ്ങി. ആ സമയത്ത് എൻ്റെ ഭാര്യ ഒരു ദർശനം കാണുകയാണ്. തൂങ്ങപ്പെട്ട രൂപത്തിൻ്റെ ഇടത് വശത്ത് ഒരു കൈ വന്ന് സ്വർണ്ണ ലീവിൽ എഴുതുന്നു, തോമസേ നീ എൻ്റെ പ്രിയപ്പെട്ട മകനാണെന്ന്. എഴുതിയത് വായിച്ചെൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു. അപ്പോഴെൻ്റെ ശ്വാസം വന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ പഴയ അവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു. ഒരു സ്വരം എൻ്റെ കാതിൽ കേട്ടു, ആ കൈ എൻ്റെ തോളിലാണെന്ന്. ഭാരത്തോടും ദുഃഖത്തോടും കൂടെ ഞങ്ങൾ ദേവാലയത്തിൽ കയറി. അതിന് പുറത്തേക്ക് ഇറങ്ങിപ്പോരുന്നത് ചിത്രശലഭത്തെ പോലെയാണ്. അതിനുശേഷം ഒരു കൊച്ചു വീട് തീർത്തു. ആ മനുഷ്യൻ ആ കല്ല് തന്നായിരുന്നെങ്കിൽ ഞങ്ങൾ ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു. ആ കല്ല് തന്നായിരുന്നെങ്കിൽ തൂങ്ങപ്പെട്ട രൂപത്തിൽ കിടക്കുന്ന ആൾ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. അതിനുശേഷം വീട്ടിൽ താമസിക്കുന്നു, കൊച്ചു വീട് വെച്ചു. അതിനുശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വലിയ ജപമാലയുമായി മാതാവ് എൻ്റെ അടുത്ത് വരുന്നു. 1000 ജപമാലയെല്ലാം എന്നോട് പറയുന്നു. കൊച്ചു കുഞ്ഞുങ്ങളോട് മാതാവ് പഠിക്കുന്ന് പരീക്ഷ എടുക്കുന്നു, പഠിക്കുന്ന് പറയുന്ന പോലെ എൻ്റെ പുറകെ നടന്നുകൊണ്ട് ജപമാലയെല്ലാം പറയുകയാണ്. അങ്ങനെ ഒരു 12 പേരെ എൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ 12 പേര് ചേർന്ന് രാത്രിയും പകലും 101 മണിക്കൂർ ആരംഭിച്ചു. ആ പ്രാർത്ഥനയുടെ 101ാമത്തെ മണിക്കൂർ സമാപിക്കുന്നു. 5 സ്ത്രീകൾ പറയുകയാണ്, 101 മണിക്കൂർ പ്രാർത്ഥിച്ചു. അവരെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെയായി. അവർ പറയുന്നു എൻ്റെ ഭാര്യയോട്, ഇനി നമുക്ക് എല്ലാ മാസത്തിലും നമുക്ക് 5 ദിവസം മാറ്റിവെക്കാം, 25 ദിവസം ജോലി ചെയ്താൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാം, 5 ദിവസം പ്രാർത്ഥിക്കാമെന്ന്. ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഒരു സ്വരം ഞാൻ കേട്ടു, മകനെ, ഇത് മനോഹരമായ ശുശ്രൂഷയാണ്, പ്രതിഫലം ആരോട് മേടിക്കേണ്ട. അവിടെ നിന്ന് ആരംഭിച്ച ശുശ്രൂഷ ഇന്ന് ഇന്ത്യയുടെ 15 സ്റ്റേറ്റിലായി 2353ാമത്തെ ദേവാലയത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ശുശ്രൂഷ ദേവാലയം തുറക്കുന്ന താക്കോലാണ്. ഇന്ന് പ്രസിദ്ധമായ ഡിവൈൻ ധ്യാന കേന്ദ്രം, കൃപാസനം തുടങ്ങിയ നിരവധി ധ്യാന കേന്ദ്രങ്ങളിലും ജപമാല തുടക്കം കുറിക്കാൻ ബേബിച്ചേട്ടന് സാധിച്ചു എന്നതിൽ അദ്ദേഹത്തിന് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്.
ലോകത്തിലുള്ള എല്ലാ ദേവാലയങ്ങളും 24 മണിക്കൂറും തുറന്നിരുന്ന് ആ ദേവാലയങ്ങളിൽ നിന്നും ദൈവസ്തുതികളും ജപമാലകളും ഉയരുന്ന സ്വപ്നം നെഞ്ചിലേറ്റി നടക്കുന്ന കൊന്ത ബേബി എന്നറിയപ്പെടുന്ന ബേബിച്ചേട്ടൻ ഇന്ന് പിന്നിട്ടത് 2353 ദേവാലയങ്ങളാണ്. ഭദ്രാവതി രൂപതയുടെ ഫാമിലി കുടുംബ അപ്പസ്തോല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സജി മനയിലച്ചനാണ്. അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിവിധ ശുശ്രൂഷകളുടെ ഭാഗമായിട്ടാണിപ്പോൾ അച്ഛൻ വികാരിയായിരിക്കുന്ന സാഗര ഇക്കേരി സെൻറ് തോമസ് പള്ളിയിൽ ആരംഭിച്ചിരിക്കുന്ന അഖണ്ഡ ജപമാല. കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും ഒപ്പം തന്നെ ശാക്തീകരണത്തിനുമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി 101 മണിക്കൂറുകൾ നിർത്താതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന, ഈ സമയം മുഴുവനും ദേവാലയം തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു അനുഭവം ഏതാണ്ട് 4ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോഴിത് ഇവിടെ നടത്തുന്നത്. പങ്കെടുക്കുന്നവരെല്ലാവരും വലിയ ആത്മീയ അനുഭവത്തോടെയാണ് അവർ ഈ അഖണ്ഡ ജപമാല ശുശ്രൂഷയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. ലോകത്തിനും സഭയ്ക്കും നാടിനുമെല്ലാം വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വലിയ ആത്മവിശുദ്ധിയുടെ അനുഭവം. കഴിഞ്ഞ 29 വർഷങ്ങൾക്കിടയിൽ 2353 ദേവാലയങ്ങളിലൂടെ 101 മണിക്കൂറും അതിലേറെ മണിക്കൂറുകളും നിരന്തരം ജപമാല ചൊല്ലുവാൻ അവിടുത്തെ വൈദികർക്കും ഇടവക മക്കൾക്കും പ്രചോദനം നൽകുന്നതിൽ ബേബിച്ചേട്ടൻ ഏറെ പരിശ്രമിക്കാറുണ്ട്. ഇനി ഈ 101 മണിക്കൂർ അഖണ്ഡ ജപമാല തുടങ്ങിയിട്ട് 4 മാസങ്ങളെ ആകുന്നുള്ളൂ. ഞാൻ ഈ പള്ളിയുടെ വികാരിയച്ഛനായിട്ട് ജൂണിലാണ് നിയമിതനാകുക. അതിനുശേഷം സെപ്റ്റംബറിലാണ് ആദ്യത്തെ അഖണ്ഡ ജപമാല ഇവിടെ നടക്കുന്നത്. ഈ അഖണ്ഡ ജപമാല നയിക്കുവാനായിട്ട് കടന്നു വന്നത് ഇടുക്കിയിലുള്ള കൊന്ത ബേബി എന്ന് പറയുന്ന ഈശോ തന്നെ തിരഞ്ഞെടുത്ത ഈശോയുടെ ഒരു മകനാണ്. ബേബിച്ചേട്ടനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും എന്നും പിന്തുണയോടെ കൂടെ ഉണ്ടെന്നതും അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രചോദനമാണ്. വീട്ടിലിരുന്ന് കൊന്തയുണ്ടാക്കി ബേബിച്ചേട്ടൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സൗജന്യമായി കൊന്ത വിതരണം ചെയ്യുവാൻ സഹായിക്കുന്നതും ബേബിച്ചേട്ടൻ്റെ ഭാര്യ തന്നെയാണ്. അഖണ്ഡ ജപമാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 101 മണിക്കൂർ നിരന്തരമായി ദൈവസന്നിധിയിലിരുന്നുള്ള പ്രാർത്ഥനയാണ്. ഈ അഖണ്ഡ ജപമാല നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അഖണ്ഡ ജപമാലയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആർക്കും സാധിക്കില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2003 മണിമുത്തുകളുള്ള ജപമാല ഉപയോഗിച്ചുകൊണ്ടാണ് അഖണ്ഡ ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. സാധാരണ നമ്മൾ ജപമാല ചെല്ലുമ്പോൾ 53 മണി ജപമാണ് ചെല്ലുക. ഓരോ രഹസ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് നമ്മൾ ഒരു സമ്പൂർണ്ണ ജപമാല 203 മണിയായിട്ടാണ് നമ്മൾ ചൊല്ലി തീർക്കുക. അതാണ് സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അഖണ്ഡ ജപമാല എന്ന് പറയുന്നത് 2000 മണികളാണ്. ഒരു രഹസ്യം ചൊല്ലിയതിന് ശേഷം 100 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുകയാണ്. അങ്ങനെയാണ് 2003 മണിയുടെ ഈ ജപമാല നമ്മൾ കോർത്ത് എടുത്തിരിക്കുന്നത്. ഈ ജപമാല നമ്മുടെ കരങ്ങളിൽ ഒരു കയറ് പോലെ പിടിക്കുകയാണ്. 18 പേര് 20 പേരാണ് ഒരു ഗ്രൂപ്പിലുണ്ടായിരിക്കുക. ആ 20 പേര് ഈ ജപമാല വട്ടമായിട്ട് അവരുടെ കരങ്ങളിൽ പിടിക്കുന്നു. ഈ ജപമാലയ്ക്ക് അതിൻ്റെ പുറകിൽ വേറൊരു ഐതിഹ്യം കൂടെയുണ്ട്. പത്രോസിൻ്റെ വലയാണ് ഈ ജപമാല എന്ന് ഉപമിക്കുകയാണ്. പത്രോസ് വിശ്വാസം നഷ്ടപ്പെട്ട് മീൻ പിടിക്കുവാനായിട്ട് പോയപ്പോൾ കർത്താവ് തിബേരിയസ് കടപ്പുറത്ത് കടന്നു വരികയും വലതുവശത്ത് വല വീശാൻ പറയുകയും വല വീശിയപ്പോൾ 150 വലിയ മത്സ്യങ്ങളെ അവർക്ക് ലഭിക്കുകയും ചെയ്തു. പത്രോസിൻ്റെ ആ വലയുടെ പ്രതീകമാണ്
2003 മണികൾ അടങ്ങുന്ന ഈ ജപമാല ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ മക്കളെ പിടിക്കുക, മനുഷ്യ മക്കളെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വമാണ് സ്വർഗം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ അഖണ്ഡ ജപമാല ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഖണ്ഡ ജപമാലയിൽ പുറമേ നിന്ന് ഒരു വ്യക്തികൾക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കില്ല. പുറമേ നിന്ന് വരുന്നവർക്ക് ഈ അഖണ്ഡ ജപമാല ദിവികാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് അഖണ്ഡ ജപമാല ചൊല്ലുന്ന ആ വട്ടത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇതാണ് അഖണ്ഡ ജപമാലയുടെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 29 വർഷമായിട്ട് ഇന്നുവരെ ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങിക്കാതെയുള്ള ബേബിച്ചേട്ടൻ്റെ ജപമാല പ്രയാണം ഇന്ന് വന്നു നിൽക്കുന്നത് കർണാടകയിലെ സാഗര ഇക്കേരി ഇടവകയിലാണ്. ഈ ശുശ്രൂഷ ദേവാലയം തുറക്കുന്ന താക്കോലാണ്. സാധാരണ ജപമാല 53 മണിയാണ്, അല്ലെങ്കിൽ 203 മണിയാണ്. ഒരു രഹസ്യത്തിന് 10 മണിയാണെങ്കിൽ ഈ ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലിട്ട് 100 പ്രാവശ്യം നന്മ പറഞ്ഞവരും ചൊല്ലുന്നു. 20 രഹസ്യം ചൊല്ലി തരുമ്പോൾ 2003 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന് മാത്രം ചൊല്ലുന്നു. എല്ലാവരും ദർശനത്തിൽ മാതാവിനെ കാണുമ്പോൾ ബേബിച്ചേട്ടൻ തൻ്റെ നഗ്നനേത്രം തുറന്ന് മാതാവിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഭദ്രാവതി രൂപതയുടെ കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അഖണ്ഡ ജപമാല ശുശ്രൂഷ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഭദ്രാവതി രൂപത കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട സജി മണേലച്ചനും ഒപ്പം തന്നെ കൊന്ത ബേബി എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ ബേബി മുണ്ടയ്ക്കൽ, ഇടുക്കി സ്വദേശിയാണ് അദ്ദേഹമാണ് ഈ അഖണ്ഡ ജപമാലയുടെ പിന്നിലുള്ള പ്രേരക ശക്തി, ഇൻസ്പിറേഷൻ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് അച്ഛനിപ്പോൾ വികാരിയായിരിക്കുന്ന സാഗര സെൻറ് തോമസ് ദേവാലയത്തിലാണ് ആദ്യമായിട്ട് അഖണ്ഡ ജപമാല ശുശ്രൂഷ തുടങ്ങിയത്. 101 മണിക്കൂർ നിർത്താതെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഭയ്ക്കും ലോകത്തിനും സമൂഹത്തിനുമെല്ലാം വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന, മാധ്യസ്ഥം യാചിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണിത്. കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനുമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് അമ്മയോട് ചേർന്ന് വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ 101 മണിക്കൂർ പ്രാർത്ഥനാനിരതമായിരിക്കുന്ന വലിയ ഒരു ആത്മീയ അനുഭവമാണത്. പങ്കെടുത്ത എല്ലാവരും വലിയ ആത്മീയ അനുഭവത്തോടെയാണ് മടങ്ങിപ്പോകുന്നത്. ഈ വലിയ ആത്മീയ അനുഭവം, ഈ വലിയ നവീകരണത്തിൻ്റെ അനുഭവം എല്ലാ ഇടവകളിലും ദൈവജനത്തിന് മുഴുവനും സംജാതമാവട്ടെ എന്നാണ് എനിക്കും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ളത്. എളിമയുടെ നിറകുടമായ ബേബിച്ചേട്ടൻ ഏതൊക്കെ ദേവാലയങ്ങളിൽ ജപമാലകൾ നടത്തിയോ അവിടെയെല്ലാം ജപമാലയുടെ അവസാന ദിവസം ജപമാലയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളുടെ കാൽ കഴുകിയതിനു ശേഷം ആ വെള്ളം കുടിക്കുന്നതായി കാണാൻ സാധിക്കും. ഈ ഒരു എളിമയാണ് ബേബിച്ചേട്ടനെ സ്വർഗത്തോളം ദൈവം ഉയർത്തുന്നതും. പ്രിയമുള്ളവരെ, ഈ അഖണ്ഡ ജപമാല നയിക്കുന്ന ബേബിച്ചേട്ടനെ കുറിച്ച് പറയുവാനായിട്ട് എനിക്ക് വാക്കുകളില്ല. ദൈവ രാജ്യത്തിനു വേണ്ടി ഓരോ നിമിഷവും യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ബേബിച്ചേട്ടൻ. അദ്ദേഹം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വലിയ സാമ്പത്തികമായിട്ട് ഒരു ഉന്നതിയുമില്ല. സാധാരണ ഒരു കൃഷിപ്പണിക്കാരനെയാണ് ദൈവം തൻ്റെ ഈ വലിയ ദൗത്യം നിറവേറ്റുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത്രമാത്രം എളിമയും ഇത്രമാത്രം വിനയവുമുള്ള ഒരു വ്യക്തിത്വത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. കാരണം ബേബിച്ചേട്ടൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടോ സ്വന്തം പേരിന് വേണ്ടിയിട്ടോ സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അല്ല. ആ മനുഷ്യൻ ഈ ശുശ്രൂഷ നയിക്കുന്നത് ദൈവ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ മക്കളെയും ഈശോയ്ക്ക് വേണ്ടി നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത്രയും ദേവാലയങ്ങളിൽ ഇത്രയും മണിക്കൂർ ഈ മനുഷ്യൻ ഈ ശുശ്രൂഷകൾ നടത്തിയിട്ട് ഇന്ന് വരെ ഒരു പൈസ പോലും ഈ ശുശ്രൂഷകൾ നടത്തിയ ദേവാലയത്തിൽ നിന്നോ അച്ഛന്മാരുടെ കരങ്ങളിൽ നിന്നോ ഈ മനുഷ്യൻ സ്വീകരിച്ചിട്ടില്ല. എല്ലാ പൈസയും, ഇതിന് ചിലവാകുന്ന എല്ലാ പൈസയും ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ
കരങ്ങളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. പലപ്പോഴും ഞാൻ ആശ്ചര്യപ്പെടാറുണ്ട്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ബേബിച്ചേട്ടൻ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ അത് ദൈവം തരും, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഇത്രയും വലിയ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ എവിടെയൊക്കെ യാത്ര ചെയ്യണം അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. ഞാൻ യാത്ര ചെയ്യണമെങ്കിൽ ദൈവം തന്നെയാണ് എനിക്ക് ടിക്കറ്റിനുള്ള പൈസയും ടിക്കറ്റും എല്ലാം എടുത്തു തരുന്നത് ദൈവം തന്നെയാണെന്നാണ് ആ മകൻ എന്നോട് പറയുക. അതുപോലെ തന്നെ ഈ അഖണ്ഡ ജപമാലയിൽ 101 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം ഈ മകനിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൽ 3 മണിക്കൂർ എങ്ങാണ്ടാണ് ഈ വ്യക്തി ഉറങ്ങുവാനായിട്ട് പോകുന്നത്. മറ്റുള്ള എല്ലാ സമയങ്ങളിലും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഈ ദിവ്യകാരുണ്യത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു ബേബിച്ചേട്ടനെയാണ് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളത്. വീണ്ടും ആ മനുഷ്യൻ ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അതുപോലെ സംഭവിക്കുകയാണ്. രോഗികളെ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് സൗഖ്യം ലഭിക്കട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ കൺമുമ്പിൽ വെച്ച് വലിയ രോഗങ്ങൾ മാറിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിൽ കൂടെ വലിയ രോഗബാധിതർ തളർന്നു കിടക്കുന്നവർ പോലും ആ മകനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ സൗഖ്യം ലഭിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേളാങ്കണ്ണി പള്ളിയിൽ വലിയ മാരക രോഗം പിടിപെട്ട ഒരു അച്ഛൻ്റെ അടുത്ത് ചെന്ന് ബേബിച്ചേട്ടൻ കുറച്ച് സമയം സംസാരിക്കുകയും അതിനുശേഷം ആ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ആ പുരോഹിതനെ സൗഖ്യപ്പെടുത്തുകയും അതിൻ്റെ ഫലമായിട്ട് വേളാങ്കണ്ണിയിൽ ബേബിച്ചേട്ടന് സ്വന്തമായിട്ട് ഒരു മുറി അവർ നൽകുകയും എല്ലാ മാസവും വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ട് 101 മണിക്കൂർ അഖണ്ഡ ജപമാല വേളാങ്കണ്ണി ദേവാലയത്തിൽ നടത്തിയിട്ട് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഈ ബേബിച്ചേട്ടൻ. 2018 നവംബർ 11 രാവിലെ 10 മണിക്കാണ് ബേബിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആദ്യമായി 101 മണിക്കൂർ അഖണ്ഡ ജപമാല ആരംഭിക്കുന്നത്. അന്നു മുതൽ ഇന്നുവരെ ബേബിച്ചേട്ടൻ ഭാരതത്തിലുള്ള എല്ലാ പള്ളികളിലൂടെയും ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ തൻ്റെ ജപമാല പ്രയാണം തുടരുകയാണ്. സ്വർഗരാജ്യത്തിൽ നിന്നും ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഓട്ടത്തിലാണ് കൊന്ത ബേബി എന്ന ഓമന പേരിൽ വിളിക്കുന്ന ബേബിച്ചേട്ടൻ. താൻ ചൊല്ലുന്ന ഒരു സ്ഥലത്തു നിന്നും ഒരു പ്രതിഫലമോ കാശോ വാങ്ങിക്കരുതെന്ന മാതാവിൻ്റെ നിർദ്ദേശം അനുസരണയോടെ ഇന്നും ബേബിച്ചേട്ടൻ പാലിച്ചു പോരുന്നു എന്നതും മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. ബേബിച്ചേട്ടൻ്റെ നാവിൽ ഒരു വാക്ക് മാത്രം ഇന്നുമുണ്ട്: തൻ്റെ പോക്കറ്റിലെ കാശ് എന്ന് തീരുന്നുവോ അന്ന് ഞാൻ ഈ പണി നിർത്തും എന്നത്. എന്നാൽ 29 വർഷമായിട്ടും ബേബിച്ചേട്ടൻ്റെ പോക്കറ്റ് ശൂന്യമാകാൻ ദൈവം ഇടവരുത്തിയില്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ബേബിച്ചേട്ടൻ്റെ 1-2 പ്രത്യേകതകൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബേബിച്ചേട്ടൻ ചില സമയങ്ങളിൽ ഈശോ പറയുന്നത് പ്രകാരം ഭാഷാവരത്തിൽ പേപ്പറിൽ എഴുതും. ഭാഷാവരത്തിൽ എഴുതുന്ന ആ കാര്യം ബേബിച്ചേട്ടന് സ്വന്തം വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കില്ല. ആ വ്യാഖ്യാനം നൽകുന്നത് ബേബിച്ചേട്ടൻ്റെ തന്നെ കൂട്ടത്തിലുള്ള വേറെ ഒരു മകനാണ്. ആ വ്യാഖ്യാനം നൽകിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ എല്ലാം എന്നെയും അതുപോലെ തന്നെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുന്ന മക്കളെയും വായിച്ച് കേൾപ്പിച്ചു. അതിൽ പല കാര്യങ്ങളും 2012, 2009, 2008 വർഷങ്ങളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് യഥാർത്ഥമായ സത്യമാണ്. അതിൻ്റെ മുൻപിലൂടെയാണ് ഞങ്ങൾ ഓരോരുത്തരും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബേബിച്ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തം നഗ്ന നേത്രം കൊണ്ട് പരിശുദ്ധ അമ്മയെ ആ മകൻ കണ്ടിട്ടുണ്ട്. സ്വന്തം നഗ്ന നേത്രം കൊണ്ട് പരിശുദ്ധ അമ്മയെ കാണുകയും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ആലയം മുഴുവൻ വലിയ സുഗന്ധത്താൽ നിറയുകയും ചെയ്തുവെന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റു മക്കൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ മാതാവിനോടൊപ്പം ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഈ 101 മണിക്കൂർ അഖണ്ഡ ജപമാല. നമുക്കെല്ലാവർക്കും അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കാം.